ഗായ്സ്, ഇനി നമുക്ക് നിർത്തിയെടുത്തൊന്ന് വീണ്ടും ഒന്ന് തുടങ്ങിയാലോ. അപ്പോൾ ഷിംലയിലെ വീഡിയോസായിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ജാക്കു ടെമ്പിൾ ട്രെക്കിംഗ് ആയിരുന്നു. അപ്പോൾ ട്രെക്കിങ്ങിൻ്റെ ഏകദേശം പകുതി ദൂരം നമ്മൾ കവർ ചെയ്തു. ഏകദേശം എല്ലാവരും നല്ല ടയർഡായി. പിന്നെ ഈ കയറ്റം നമുക്ക് കുറച്ച് ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ വരും. നയനയ്ക്ക് നല്ലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ഒക്കെ നമ്മൾ പയ്യെ കഥയൊക്കെ പറഞ്ഞ് ഡാൻസ് കളിച്ച് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടന്ന് കയറി. ഏകദേശം നമ്മൾ ടെമ്പിളിൻ്റെ അടുത്ത് എത്താറായി. അങ്ങനെ നമുക്ക് ടെമ്പിളിലോട്ട് വണ്ടിക്കും വരാം, ടാക്സിയൊക്കെ ഒരുപാട് കിട്ടും. പിന്നെ നമ്മൾ നടന്നു വന്ന് കാഴ്ചകളൊക്കെ കണ്ടു വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നടന്നു വന്നത്. പിന്നെ നമുക്ക് തോന്നി നടക്കേണ്ടിയിരുന്നില്ല എന്ന്. പിന്നെ എന്നാലും വരുന്ന വഴി നല്ല താഴത്തോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂസും കാര്യങ്ങളാണ് ഷിംല കാണാൻ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ മണി അടിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഞാൻ അടിക്കാൻ മറന്നുപോയി. അങ്ങനെ തിരിഞ്ഞു പോയിട്ട് മണിയൊക്കെ അടിച്ച്. അപ്പോൾ രണ്ടുപേരും കൂടെ നയനെ പിടിച്ചിട്ടാണ് കയറ്റുക. അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കയറാൻ, കാലിനൊക്കെ നല്ല വേദനയായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ടെമ്പിൾ എത്താറായി. എനിക്ക് പിന്നെ അത്ര വലിയ പ്രശ്നമില്ല. എന്നാലും പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ ഓക്കെ ആയിട്ട് നടന്നു. അങ്ങനെ നമ്മൾ ടെമ്പിളെത്തി. ഇതാണ് നമ്മുടെ ജാക്കു ടെമ്പിളിലെ ഹനുമാൻ്റെ സ്റ്റാച്ചു. ഏകദേശം ഇതിൻ്റെ ഉയരം വരുന്നത് 33 മീറ്ററാണ്. അപ്പോൾ നമുക്ക് അടുത്ത് നിന്നിട്ട് വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, എത്ര ഹൈറ്റ് നമുക്ക് മനസ്സിലാവില്ല. എന്നാലും ഞാൻ അതിൻ്റെ ഒന്ന് ചുറ്റും നടന്നിട്ടൊന്ന് വീഡിയോസ് എടുത്ത്, എന്നാലും ഫോണിങ്ങനെ താഴെ വെച്ചാൽ മാത്രമേ നമുക്ക് ഫുള്ള് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് താഴത്ത് ഷിംല ഫുള്ള് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. കയറി വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും നല്ല തണുപ്പായിരുന്നു, നല്ല തണുത്ത കാറ്റാണ്. നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അധികം നേരം എന്തായാലും നമുക്കൊന്നും പറ്റില്ല. പിന്നെ അവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ല, വലിയ സീനൊന്നുമില്ല. പക്ഷേ നമുക്ക് നല്ല തണുപ്പായിരുന്നു. ഇങ്ങനെ നടക്കുന്നത് നോക്കണ്ട, കൈയൊക്കെ നല്ല തണുത്തിട്ട് കുറച്ച് സീനായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ റോപ്പ് വേ സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് അതൊന്നും ചൂസ് ചെയ്തില്ല, നമ്മൾ നടന്ന് തന്നെ വന്നു. പിന്നെ നടന്നെങ്കിലും നമുക്ക് ഇവിടെ എത്തിയപ്പോഴുള്ള കാഴ്ച കണ്ടപ്പോൾ നമ്മൾ ആ വയ്യാഴികയും ക്ഷീണവും ഒക്കെ മറന്നിട്ട് അത്രയ്ക്ക് നല്ല ഭംഗിയാണ്. ഈ ഫോണിൽ കാണുന്ന പോലെ, ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ അത്ര ഭംഗി. അമ്പലത്തിൻ്റെ ഫ്രണ്ട് അപ്പുറത്തെ വശത്താണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വശത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ പിന്നെ ആഴ്ചയിൽ 2 ദിവസം ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഞായറാഴ്ചയാണ് പോയത്. ഞായറാഴ്ച ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ നമ്മളാദ്യം കയറണ വേണ്ട എന്നുള്ളൊരു ഇതിൽ നിന്നു. പിന്നെ എന്തായാലും വിചാരിച്ചു ഇവിടെ വരെ വന്നതല്ലേ, എങ്ങനെയാ നോക്കാം, എന്തെങ്കിലും കഴിക്കാം. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു, ഇത്രയും ദൂരം നടന്നു വന്നതാണ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കയറാൻ തീരുമാനിച്ച് അങ്ങനെ കയറി. ആദ്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ ക്യൂ ഇല്ലായിരുന്നു. പിന്നെ കയറിയപ്പോൾ നിന്നപ്പോഴത്തേനും നല്ല ക്യൂ ആയി. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ല ഫുഡായിരുന്നു. കുറേ തവണ ഇങ്ങനെ വരും ഓരോ കറിയായിട്ട്. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ നമുക്കത് എല്ലാവർക്കും 4 പേർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട്. ഇപ്പോൾ സൺഡേ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. വേറൊരു ദിവസം കൊണ്ടുണ്ടാകും, നമുക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.